വെറും 100 കാലറി, ഒരു ഹെൽത്തി ടേസ്റ്റി വെജ് സൂപ്പ്. വയറും മനസ്സും നിറയ്ക്കാം, ടേസ്റ്റ് ഒട്ടും കുറയാതെ തന്നെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർഷിനനുസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറാസ് വ്ലോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത്. ഇനി നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. എണ്ണ ചേർക്കുമ്പം വളരെ കുറച്ച് മാത്രം ചേർക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയം വഴറ്റണ്ട, കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ക്യാരറ്റ് പൊടിയായിട്ട് കൊത്തിയരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ക്യാപ്സിക്കം, ഒരു ഇടത്തരം വലിപ്പമുള്ള 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്വീറ്റ് കോൺ ആണ്. അതും ഒരു 25 ഗ്രാമോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നോർമലായി ഉണ്ടാക്കുന്ന സൂപ്പിൻ്റെ ഒരു രീതിയിലല്ല ഇന്ന് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മിസ് ചെയ്യാതെ കാണണേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പഴുത്ത തക്കാളി, വെള്ളം ഒന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത പ്യൂരിയാണ്. നമ്മൾ ഇതിലേക്ക് സോസുകളൊന്നും വേറെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ടൊമാറ്റോയുടെ ആ ഒരു ടാങ്കിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്രഷ് ടൊമാറ്റോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ സോസ്, സോയ സോസ് ഒന്നും നമ്മളിന്ന് യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് ഈ ടൊമാറ്റോ ഒന്ന് കുക്കാവുന്നതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ടും വീഡിയോ കാണുക. കാരണം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഹെൽത്തി ആയിട്ടുള്ളൊരു രീതിയിലാണ്. ടേസ്റ്റ് ഒട്ടും കുറയുകയുമില്ല. അപ്പോൾ നമ്മളുടെ തക്കാളി നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സൂപ്പിന് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഞാൻ ഇതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്ര പേർക്ക് സൂപ്പ് സെർവ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് ബാലൻസ് ചെയ്യാം. ആ ഒരു വെജിറ്റബിൾസിൻ്റെയും വെള്ളത്തിൻ്റെയും പ്രപ്പോർഷൻ ഈ ഒരു കണക്കിനായിരിക്കണം. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസിന് നമ്മൾ 1.5 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ സൂപ്പ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഹെൽത്തി ആയിട്ടുള്ള രീതിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡറാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ബൗളിൽ. സാധാരണ സൂപ്പുകളിൽ ഉണ്ടാക്കുന്നത് കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് തിക്ക് ചെയ്യുന്നതിന് പകരം നമ്മളിന്ന് റാഗിയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് യോജിപ്പിച്ച് ചെറിയൊരു ലൂസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഇതുപോലെ ആക്കി ഒന്ന് എടുക്കുക. എന്നിട്ട് നമുക്കിതിനെ സൂപ്പിലത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മളുടെ സൂപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറാണ് സൂപ്പിനുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ആണ്. ഇതുപോലെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. റാഗിപ്പൊടി എല്ലായിടത്തും സൂപ്പിൽ എല്ലായിടത്തും അത് ഒരുപോലെ എത്തുന്നതിനും ഒരു സൈഡിലും കട്ടയൊന്നും പിടിക്കാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കി എടുക്കണം. ഒരു സോസുകളും ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. വെറും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതി ഈ ഒരു സൂപ്പിന്റെ ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല. സാധാരണ നമ്മൾ ഹോട്ട് ആൻഡ് സോർ സൂപ്പൊക്കെ കുടിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി ഈ രീതിക്ക് ചെയ്യുമ്പോഴും ആ ഒരു ടേസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഉറപ്പായിട്ടും നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് വിനീഗർ ആണ്. കോക്കനട്ട് വിനീഗർ സാധാരണ വിനീഗറിനെക്കാളും ഹെൽത്തിയാണ്. നമ്മളുടെ വയറിന് ആവശ്യമായിട്ടുള്ള പ്രോബയോട്ടിക്സും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വിനീഗറാണ് കോക്കനട്ട് വിനീഗർ. അതിപ്പോൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കോക്കനട്ട് വിനീഗർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നോർമൽ ആയിട്ടുള്ള വിനീഗർ ഉപയോഗിക്കേണ്ട. അതിന് പകരം നിങ്ങൾ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് ഈ ഒരു സമയത്ത് നമ്മുടെ സൂപ്പിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നു.
സാധാരണ വിനാഗിരിയേക്കാളും നല്ലൊരു ഓപ്ഷനാണ് കോക്കനട്ട് വിനീഗർ. ഹെൽത്തിയാണത്. അതുകൊണ്ടാണ് ഞാനതുള്ളത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. നമ്മളുടെ സൂപ്പ് ഏകദേശം ആ ഒരു സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് സിം ചെയ്ത് വെക്കുന്നുണ്ട്. നന്നായിട്ട് അതൊന്ന് സെറ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. സൂപ്പിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കുടിക്കാറുള്ള ചിക്കൻ സൂപ്പ്, ഹോട്ട് ആൻഡ് സോർ സൂപ്പ് അതുപോലത്തെയൊക്കെ തന്നെ സെയിം ടേസ്റ്റാണ്. ഇതിലേക്ക് പക്ഷെ നമ്മൾ സോയ സോസും ടൊമാറ്റോ സോസും സാധാരണ ചേർത്ത് കൊടുക്കുന്ന അളവിൽ വിനീഗറോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ആണ്. നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സ്പ്രിംഗ് ഒണിയൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണ്ട. ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വെയിറ്റ് ലോസ് റെസിപ്പി ഇതിന് മുമ്പ് ചെയ്തതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ ഒരു റെസിപ്പീസും കൂടെ കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്സ് നിങ്ങൾ എനിക്ക് അയച്ചു തരാറുണ്ട്. ചിലരൊക്കെ മെസ്സേജ് ചെയ്ത് പറയാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ചാനൽ പേജ് എടുത്തിട്ട് വിസിറ്റ് കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതെടുത്തതിന് ശേഷം നിങ്ങൾ നമ്മളുടെ റെസിപ്പീസ് ട്രൈ ചെയ്തതിൻ്റെ ആ ഒരു പിക്സൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ സൂപ്പിനെ ഒരു സെർവിങ് ബൗളിലേക്ക് എടുക്കാം. കാണുമ്പോൾ തന്നെ ആ ഒരു സൂപ്പ് എത്ര പെർഫെക്റ്റ് ആയിട്ട് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ടേസ്റ്റും അതുപോലെ തന്നെയാണ്. ഒട്ടും ടേസ്റ്റിന് ഒരു കുറവുമില്ല. ഞാൻ സെർവ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു സൂപ്പിൻ്റെ റെസിപ്പി ഒരു നേരത്തേക്കുള്ള നിങ്ങളുടെ ഒരു മീലാക്കി ഡിന്നറിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. നന്നായിട്ട് ഫില്ലാവുന്ന ഒരു ഫീലും കിട്ടും. നല്ല ടേസ്റ്റിയുമാണ്. ഏകദേശം ഒരു സെർവിന് 100 കാലറീസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ചെറിയൊരു വാക്കാണെങ്കിൽ പോലും ഒരു കമൻ്റായിട്ട് അതിനെ ഒന്ന് എഴുതുക. വീണ്ടും ഇതുപോലെയുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2-3 എപ്പിസോഡ് അടുപ്പിച്ച് ഡയറ്റ് റെസിപ്പീസാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പിന്നെയും റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും നമ്മൾ അതുപോലുള്ള റെസിപ്പീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്. അസ്സലാമു അലൈക്കും.